ശക്തമായ മഴയത്തും കാറ്റിലും ഉണ്ടായിരുന്ന കിടപ്പാടം നഷ്ടപ്പെട്ട് നിസ്സഹായ അവസ്ഥയിലാണ് പത്തനംതിട്ട പ്ലാങ്കമൺ സ്വദേശി പ്രസന്നയും കുടുംബവും. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും വീട് ഇതുവരെ ആയില്ല. പുതിയ വീട് നിർമ്മിക്കാൻ സർക്കാർ സഹായം ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. തകർന്ന വീടിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് പ്രസന്നയും ഭർത്താവ് പുരുഷോത്തമൻ റെഡ്ഡിയും. ശക്തമായ കാറ്റിലും മഴയിലും രാത്രിയിൽ വീട് തകർന്നപ്പോൾ പ്രസന്നയും പുരുഷോത്തമനും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മകൻ കിടന്ന കട്ടിലിന്റെ മുകളിലേക്കാണ് മേൽക്കൂരയുടെ ഒരു ഭാഗം വീണത്. മുറിക്കുള്ളിലുണ്ടായിരുന്ന അലമാരയുടെ മുകളിൽ മേൽത്തട്ട് തങ്ങി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വെളുപ്പിനെ 2 മണിയായപ്പം ഇതുപോലെ ശബ്ദം കേട്ട് ഉണർന്നു. അന്നേരം ഷീറ്റെല്ലാം ഇടിഞ്ഞ് അകത്തോട്ട് വീണു. മോന് കട്ടിലെ കിടക്കുക, ഞാൻ തറയിൽ കിടക്കുമായിരുന്നു. ഇങ്ങനെ പൊക്കി പിടിച്ച് ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് നെറ്റിക്ക് മുട്ടിയിട്ടുണ്ട്, തലവേദനയ്ക്കായിരുന്നു. അന്നേരം നമ്മൾ വെളുപ്പിനെ പറഞ്ഞു, പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ വീടൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇനി അവർ പറഞ്ഞു വിലയിൽ കൊണ്ട് കൊടുത്ത് പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് ഇനി കിട്ടാൻ പറ്റത്തില്ല. അറിയത്തില്ല ഇനി ആരോട് പറയണമെന്നോ എന്താ പറഞ്ഞ അറിയത്തില്ല. വീട് പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. വീട്ടുപകരണങ്ങൾ എല്ലാം നശിച്ചു. അലമാരയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റെല്ലാം അവിടെ കൊണ്ട് കറിയില്ല. ഒന്നാമത്തെ വയ്യാതെ കിടക്കുമായിരുന്നു. മൊത്തം പോയി ഒന്നുമില്ല. അതിനകത്ത് പിന്നെ ഒന്ന് ചെയ്യാൻ മൊത്തം മുതൽ ഉണ്ടാക്കുന്നത്. മകൻ പാൻക്രിയാസ് സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ്. തൽക്കാലം സമീപത്തുള്ള ബന്ധുവീട്ടിലാണ് കുടുംബം ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തങ്ങൾക്ക് വീട് നിർമ്മിച്ചു തരണം എന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. റിപ്പോർട്ടർ, പത്തനംതിട്ട.